ഇന്നൊരു വെറൈറ്റിക്ക് നമ്മൾ എൻ്റെ അടുക്കളയിലല്ല, റോസിൻ്റെ അടുക്കളയിലാണ്. നമ്മുടെ ഇന്നത്തെ മെനു ചെമ്മീൻ പൊടിച്ചോറ്, സോഷ്യൽ മീഡിയയിൽ കൂടെ വൈറൽ മത്തി, പിന്നെ ഒരു പാവം മുളക് പപ്പടവും. ആദ്യം ചെമ്മീൻ പൊടിക്ക് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും വറ്റൽമുളകും ചെമ്മീനും ഒക്കെ ഉണക്ക ചെമ്മീൻ വറുത്ത് മാറ്റി വെക്കാം. മുളക് പപ്പടത്തിന് നമ്മുടെ മലപ്പുറം വീനസ് പപ്പടമാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ മലപ്പുറം കര പോലെ തന്നെ നല്ല ശുദ്ധമായ പപ്പടമാണ്. ചുമ്മാ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഗോളടിക്കാൻ നോക്കിയതാ, കാര്യാക്കണ്ട. വറുത്തെടുത്ത ചെമ്മീനും തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും വാളംപുളിയും കൂടെ ചതച്ചെടുത്തപ്പോൾ നല്ല ചൊടിയുള്ള ചെമ്മീൻ ചമ്മന്തി ഉഷാറായിക്കുന്നു. ഇനി മുളക് പപ്പടത്തിന് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുക്കാം, കുറച്ച് കറിവേപ്പില ഇടാം. അങ്ങനെ ഉള്ളിനെ ഒറ്റപ്പെടുത്തിയെന്നൊരു തോന്നൽ ഉള്ളിക്ക് വേണ്ട. അല്ലേലും അങ്ങനെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇവിടെ നടക്കില്ല മോനെ, അല്ലേ? ഇനി എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മുടെ മലപ്പുറം വീനസ് പപ്പടം വറുത്തെടുക്കാം. നമ്മുടെ മലപ്പുറം വീനസ് പപ്പടം കോരി മാറ്റി അതേ എണ്ണയിലോട്ട് ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയിട്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അറിയുന്ന 2-3 ആൾക്കാരുടെ ചെറിയ കുറ്റങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. സമയം പോണ്ടേ, താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇനി ഇതിലോട്ട് പപ്പടും കുറച്ച് മുളക് പൊടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മുളക് പപ്പടം റെഡി. ഇനി അടുത്തത് റോസിന്റെ വൈറൽ മത്തി. മഞ്ഞപ്പൊടി മുളക് പൊടി എണ്ണയിൽ നല്ലോണം മിക്സ് ചെയ്ത് അതിനുശേഷം പാൻ ചൂടാക്കി ചെറിയ ഉള്ളിയും പുളിവെള്ളം ഒഴിച്ച് നല്ലോണം വഴറ്റിയെടുത്താൽ നല്ല ചൊടിയുള്ള നമ്മുടെ മത്തിയുടെ മിക്സ് റെഡി. ഇനി അതിലോട്ട് മത്തി അങ്ങോട്ട് വെച്ച് ഓരോ സൈഡും നല്ലോണം മുരിച്ചെടുക്കാം. ഇനിയാണ് നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഷോ, ചെമ്മീൻ പൊടിച്ചോറ്. നേരത്തെ പൊടിച്ചു വെച്ച ചെമ്മീൻ പൊടിയിലോട്ട് കുറച്ച് ചോറിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ പൊടിച്ചോറ് റെഡി. ബാക്കി ചമ്മന്തി ഇവിടെ ഇരിക്കട്ടെ, ആവശ്യം വരും. ഷെടാ, ഇത് ചോറായിട്ട് മത്തിയായിട്ടില്ലല്ലോ. അത് സമയം എടുത്ത് അങ്ങോട്ട് മുരിഞ്ഞു വരണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി അലങ്കാരത്തിന് വേണ്ടി നമുക്ക് സൈഡിൽ കുറച്ച് അച്ചാർ വെക്കാം. ഇനി വല്ല അത്യാവശ്യം വന്നാൽ എടുക്കും ചെയ്യാലോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ പൊടിച്ചോറും വൈറൽ മത്തിയും മുളക് പപ്പടും റെഡി. സ്വാദോടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല, അത് പ്ലേറ്റ് ചെയ്യുന്നതിലും ഉണ്ട് കാര്യം. ഇത് എൻ്റെ ഡയലോഗ് അല്ല കേട്ടോ, റോസിൻ്റെയാണ്. ഇനി നമ്മളിതൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. ആ മത്തി ഇങ്ങനെ നുള്ളിയെടുത്ത് ചോറിൽ വെച്ച് കുറച്ച് അച്ചാറും കൂട്ടി കഴിച്ചാലുണ്ടല്ലോ, ഒരു രക്ഷയില്ല. വയലിൽ വെള്ളം വന്നില്ലേ, വരും. അതങ്ങനെയാ.